പാലക്കാട് കൂറ്റനാട് ചാത്തന്നൂരിൽ 13-കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാതാവ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകാത്തതിനെ തുടർന്ന് വിഷമിച്ച് വീടിന്റെ മുകൾ നിലയിലേക്ക് പോയതായിരുന്നു കുട്ടി. ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. നിഖിൽ പ്രമേഷ് പാലക്കാട് ചെയ്തു. നിഖിൽ, ഇപ്പോൾ മനസ്സിലാക്കുന്ന കാരണമാണെങ്കിൽ അത് ഗൗരവകരമായ ഒരു കാരണമാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും സുഹൈൽ, ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നാളെ വിദ്യാലയങ്ങളൊക്കെ തുറക്കാനിരിക്കെയാണ് ഈ കാളിദാസൻ എന്ന 7ാം ക്ലാസ്സുകാരന്റെ അകാല നിര്യാണം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം. ശിവൻ രേഷ്മ ദമ്പതികളുടെ മകനാണ് കാളിദാസൻ. അമ്മ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകാത്തതിനെ തുടർന്ന് വിഷമിച്ച് വീടിന്റെ മുകളിലേക്ക് പോയതായിരുന്നു ഈ കുട്ടി. പരിശോധനയിൽ വീടിന്റെ മച്ചിൽ കെട്ടിയിരുന്ന സാരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ പ്രദേശത്തെ ക്ലിനിക്കിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും മരണം നേരത്തെ സംഭവിച്ചിരുന്നു. ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാളിദാസൻ. ഈ വിദ്യാർത്ഥിയുടെ അകാല നിര്യാണത്തിൽ അനുശോചിച്ച് ചാത്തന്നൂർ GLP സ്കൂളിൽ നാളെ നടത്താനിരുന്ന പ്രവേശനോത്സവ ചടങ്ങുകൾ അത് ബുധനാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് പാലക്കാട് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. സുഹൈൽ, ശരി, ചെറിയ ചെറിയ കാരണങ്ങൾക്ക് ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്ന വല്ലാത്തൊരു സമയമാണ്. കൃത്യമായ അവബോധം ഇവർക്ക് നൽകേണ്ടിയിരിക്കുന്നു. നിഖിൽ പ്രമേശാണ് ദൗർഭാഗ്യകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.